ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ ഒരു ബ്രാൻഡ് അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്ലെറ്റ് അവരിവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏറീസ് പ്ലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത്. അതിനകത്ത് നമുക്ക് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന റെസ്റ്റോറൻറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കട അങ്ങനെ അങ്ങ് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന കെട്ടിടമാണ്. നമുക്ക് അതിനകത്ത് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് അതിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് അതിനാണ് നമ്മളിപ്പോൾ വില ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഇതിപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം മെനഞ്ഞാന്ന് വരേക്ക് ഇത് റണ്ണിങ് ആയിരുന്നു കേട്ടോ. റെസ്റ്റോറൻ്റ് ആയിട്ട് നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഒരു ബ്രാൻഡിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഈ ഒരു ബ്രാൻഡിങ്ങിൽ നമുക്കിവിടെ അത്യാവശ്യം നല്ല ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാതിരിക്കും. നമുക്കിവിടെ വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 35,000 to 40,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് സെയിൽ കിടക്കും. വീക്കെൻഡ്സ് ആണെങ്കിൽ 80,000 മേളിലോട്ടുള്ള സെയിൽ കിടക്കും. അതുപോയിട്ട് നമുക്ക് ഈ തിയേറ്ററിനോട് SL തിയേറ്ററിനോട് ചേർന്നിരിക്കുന്ന വേറെ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. ആ ഒരു കാര്യം കൊണ്ട് നമുക്കിവിടെ അത്യാവശ്യം നല്ല മൂവീസൊക്കെ വരുന്ന ടൈമാണെങ്കിൽ നമുക്ക് 1 lakhന് മേളിലോട്ടൊക്കെയുള്ള സെയിൽ നടക്കാറുണ്ട്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ബാക്കിയുള്ള സ്പേസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു ബ്രാൻഡിങ് മാത്രം ഫ്രണ്ടിലത്തെ ഈ 2 ബോർഡ് മാത്രം നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതിൻ്റെ വിഷ്വൽസ് കാണാം. വാ. ഇത് ശരിക്കും ഫുള്ളൊരു ബ്ലാങ്കായിട്ട് കിടന്ന ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ. അതായത് തറ തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബ്ലാങ്കായിട്ട് കിടന്ന സ്പേസിൽ അവർ ഫുള്ളായിട്ട് റീവർക്ക് ചെയ്ത് ഇപ്പോൾ ടൈലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിങ്ങിനകത്തുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫർണിച്ചറുണ്ട്, വാഷ് ഏരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിപ്പം നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ചും താഴേക്കാണ് ഇരിക്കുന്നത്. ബേസ്മെൻ്റ് ആണ്. ബേസ്മെൻറ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേസ്റ്റ് വാട്ടർ സ്റ്റോറേജിന് അതിനെല്ലാം വേണ്ടിയിട്ട് വീണ്ടും പിറ്റെല്ലാം നമുക്ക് അകത്തേക്ക് എടുത്ത് അതിന് മോട്ടർ വെച്ചിട്ട് എല്ലാ കാര്യവും ഇൻ കേസ് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മോട്ടർ വെച്ച് നമുക്ക് മാറ്റാനും അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് റീവർക്ക് ചെയ്ത ഒരു സ്പേസാണ്. നമുക്ക് ടോട്ടലായിട്ട് 1100 സ്ക്വയർ ഫീറ്റിനടുത്ത് വരും. അതിൽ പകുതിയോളം ഏരിയ സീറ്റിങ്ങിന് വേണ്ടി 32 സീറ്റിംഗാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് കിച്ചണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ ഈ ഇടയിലുള്ള പാർട്ടീഷൻ സിമെൻറ്റ് ബോർഡിൽ ചെയ്തൊരു വർക്കാണ്. സിമെൻറ്റ് ബോർഡിൽ ചെയ്ത് അതിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് പിൻവശത്തേക്ക് കിച്ചണാണ്. ആ കിച്ചണിനകത്തും പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഡ്രെയിനേജ്. നമുക്ക് ഈ കാണുന്ന പാത്രങ്ങൾ ഫുള്ളായിട്ട് കണ്ടോ. നമുക്ക് മെയിനായിട്ട് ജഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൽ ബിരിയാണിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ. അതായത് വേറെയും കുറേ ഡിഷുകൾ ജഫ് ബിരിയാണിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊറോട്ട ടേബിള്, ദോശക്കല്ല്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഈ കാണുന്ന അടുപ്പുകൾ ഇതെല്ലാം അടക്കമാണ് ഇപ്പം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ഇപ്പോൾ ഇതുപോലൊരു വെറും സ്പേസ് ആയിട്ട് ഇവരിത് ഈ ഒരു സ്പേസ് എടുത്ത് ഇതിൽ ഫുള്ളായിട്ട് ഏകദേശം 25 ലക്ഷം രൂപേനടുത്തിട്ടായിട്ട് ഫുള്ളായിട്ട് ഇതിനകത്ത് മുടക്ക് വന്നിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് പുതുതായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ജഫ് ബിരിയാണിയുടെ ഒരു ബ്രാൻഡ് കിട്ടത്തില്ല. അതായത് അവരുടെ ഫ്രാഞ്ചൈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിന് ആ ഫ്രാഞ്ചൈസി ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജഫ് ബിരിയാണിയായിട്ട് നേരിട്ട് ബന്ധപ്പെടുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഓൾറെഡി ജഫ് ബിരിയാണി പ്രതീക്ഷിച്ച് തന്നെ ഇവിടെ ഞാൻ ഇന്ന് ഷോപ്പ് ഇപ്പം നമ്മളൊന്ന് ചുമ്മാ തുറന്നപ്പോൾ തന്നെ ഇവിടെ ഒത്തിരിയധികം കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു കേട്ടോ, ഷോപ്പ് ഓപ്പൺ ആണെന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്ന ഒരു കസ്റ്റമർ ബേസ് നമുക്കിവിടെ ഉണ്ട്. അപ്പം നല്ല നമ്മളൊരു ഫുഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കിയോ. നമുക്ക് തിരുവനന്തപുരത്ത് ഓവർ ബ്രിഡ്ജിന് തൊട്ടടുത്തായിട്ട് വരുന്ന SL സിനിമാസിൻ്റെ ഏറീസ് ഫ്ലെക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന എളങ്കത്ത് ടവേഴ്സ് എന്ന് പറഞ്ഞ എളങ്കത്ത് കോംപ്ലക്സ് എന്ന് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് താഴെയായിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത്. പെട്ടെന്ന് തന്നെ ജഫ് ബിരിയാണി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് ഈ ഒരു ഔട്ട്ലെറ്റ് ഇപ്പം നിലവിലുള്ളൂ. ഇവരുടെ പുതിയ ഔട്ട്ലെറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴക്കൂട്ടത്തായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ ബ്രാൻഡിങ്ങിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് എടുത്ത് നടത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ ഇനി പുതിയ നിങ്ങളെടുക്കുന്ന ടൈമിൽ വാടകയിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. അത് ഈ ഒരു കടമുറിയുടെ ഓണറുമായിട്ടായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള ഡീൽ. അത് അവരുമായിട്ട് സംസാരിക്കും. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിരിക്കും. നമുക്കിതിനകത്ത് ഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയർ ലൈറ്റിംഗ്, നമുക്കിത് ഇതുപോലെ 2 AC, പിന്നെ TV, ഫ്രിഡ്ജ്, നമ്മുടെ വാഷ് ഏരിയയിലേക്കുള്ള കാര്യങ്ങൾ, ഇവിടെയുള്ള വെന്റിലേഷൻസ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നിടത്ത് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ള ഒരു ടേബിളാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഷോപ്പിൽ നിങ്ങൾ കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇവിടെ വലിയൊരു ചട്ടിയിൽ നല്ലൊരു വലിയൊരു ഉരുളിയിൽ ഫുള്ളായിട്ട് അഫ്ഗാൻ ചിക്കനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ സ്ഥിരം വന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ബിരിയാണി, മെയിനായിട്ട് ബിരിയാണി അതിൻ്റെ കൂടെ അഫ്ഗാൻ ചിക്കനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് തന്നെ നിങ്ങളിവിടെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ സെയിം കസ്റ്റമർ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. കാരണം ജഫ് ബിരിയാണി പ്രതീക്ഷിച്ച് നിറയെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് മെയിനായിട്ട് SL
തിയേറ്റേഴ്സ് നമുക്ക് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ പോത്തീസിൻ്റെ ബാക്ക് ഗേറ്റ് വഴി നമുക്ക് ഇറങ്ങി വന്ന് ഓറഞ്ചിലേക്ക് പോകുന്ന വഴി ഇതാണ്. അപ്പോൾ ആ ഒരു വഴിയിൽ നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ്, ഇവിടെ ഈ ഒരു സ്ഥലത്ത് വേറെ റെസ്റ്റോറൻറ്റുകളില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ്. പിന്നെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതിൽ നിങ്ങളുടെ ബ്രാൻഡിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ.